ദിവസവും രാവിലെ സങ്കീർത്തനങ്ങൾ കേൾക്കുന്നതിനായും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സങ്കീർത്തനങ്ങൾ അധ്യായം 69. എനിക്കുള്ള നിന്ദയും ലജ്ജയും അപമാനവും നീ അറിയുന്നു. എൻ്റെ വൈരികൾ എല്ലാവരും നിന്റെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരെയും കണ്ടില്ല താനും. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു. എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. അവരുടെ മേശ അവരുടെ മുമ്പിൽ കെണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടുപോകട്ടെ. അവരുടെ അര എപ്പോഴും ആടുമാറാക്കണമേ. നിന്റെ ക്രോധം അവരുടെ മേൽ പകരണമേ. നിന്റെ ഉഗ്രകോപം അവരെ പിടിക്കുമാറാകട്ടെ. അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ. നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു. നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു. അവരുടെ അകൃത്യത്തോട്ട് അകൃത്യം കൂട്ടണമേ. നിന്റെ നീതിയെ അവർ പ്രാപിക്കരുത്. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുത്. ഞാനോ എളിയവനും ദുഃഖിതനും ആകുന്നു. ദൈവമേ, നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ. ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും. സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു. തൻ്റെ ബദ്ധന്മാരെ നിന്ദിക്കുന്നതുമില്ല. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും. അവൻ യഹൂദാ നഗരങ്ങളെ പണിയും. അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും. അവൻ്റെ ദാസന്മാരുടെ സന്തതി അതിനെ അവകാശമാക്കും. അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും.